ഹോസ്പിറ്റൽ സേഫ് ആണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ നമുക്ക് ഇൻഫെക്ഷൻ്റെ റിസ്ക് കൂട്ടി. കാണാൻ പോവുകയാണ്, അവരുടെ സർഫസുകളിലൊക്കെ ടച്ച് ചെയ്യുന്നു, അല്ലാതെ ചുറ്റുമുള്ള പ്രതലങ്ങളിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈ വൃത്തിയാക്കുക എന്നുള്ളതാണ് മസ്റ്റ് ആയിട്ടുള്ള കാര്യം. അത് മാത്രം ചെയ്താൽ മതി, നമുക്ക് അസുഖങ്ങളിൽ ഒരു പരിധിവരെ തടയാം. കൈ വൃത്തിയാക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആൽക്കഹോൾ കണ്ടന്റ് സാനിറ്റൈസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ നന്നായി 1 മിനിറ്റ് എങ്കിലും വാഷ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ കൈയുടെ ഈ വശങ്ങളിൽ നഖങ്ങളുടെ ഇടയിലായിട്ടാണ് കൂടുതൽ അണുക്കൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജനറൽ ആയിട്ടുള്ള സർഫസുകളെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഇടുക്ക് ഭാഗങ്ങളിൽ, കൈകളുടെ ടിപ്പുകളിൽ ഇതൊക്കെ നമ്മൾ കുറച്ച് നേരം തന്നെ ഉരച്ച് കഴുകേണ്ടതായിട്ടുണ്ട്. വാഷ് ചെയ്യാതെ നമ്മുടെ കോമൺ സർഫസുകളിലേക്ക്, അതായത് വായിലേക്കോ മൂക്കിലേക്കോ കണ്ണിലേക്കോ കൈ കൊണ്ടുപോകാതിരിക്കും. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷനുള്ള ഒരാളെ കാണാൻ പോവുകയാണെങ്കിലോ മാസ്ക് ധരിച്ചു പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്ക് വേണമെങ്കിലും യൂസ് ചെയ്യും, വെക്കുന്നത് എങ്ങനെ വേണമെങ്കിലും വെക്കാം, പക്ഷേ മാസ്ക് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രണ്ട് ഭാഗം പിടിച്ച് താഴോട്ടാക്കി ഇങ്ങനെ വെക്കാൻ പാടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാസ്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പിടിച്ച് മാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കാനും പാടില്ല. നമ്മൾ വെക്കുമ്പോൾ തന്നെ മാസ്ക് ഫിറ്റ് ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യുക. ഈ ത്രെഡിൽ പിടിച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യുക. എന്തെങ്കിലും മൂൺ സൈറ്റ് ഉണ്ട്, IV ലൈൻ ഉണ്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും ടച്ച് ചെയ്യാതില്ല. റെസ്റ്റ് റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ വൃത്തിയായിട്ട് കൈ കഴുകുക. ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് ഇൻഫെക്ഷൻ ഉള്ള രോഗികളെയൊക്കെ ആ സമയം തന്നെ കാണാൻ പോകാതെ ആ ഒരു ഓവർ ക്രൗഡിങ് കഴിയുന്നതും കുറയ്ക്കാൻ. മറ്റൊരു കാര്യമാണ് വാട്ടർ ബോട്ടിൽ, മൊബൈൽ ഫോൺ, അങ്ങനെയുള്ള നമ്മൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് വസ്തുക്കളുണ്ട്. അതിനകത്ത് കണ്ടാമിനേഷൻ വരാത്ത രീതിയിൽ നോക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.